പഞ്ചസാര കടം വാങ്ങാനായി എത്തിയ കുട്ടിയാണ് ആദ്യം അത് കണ്ട് ഞെട്ടിയത്. ബിൻസി വെട്ടേറ്റു മരിച്ച സംഭവം പുറത്തറിയുന്നത് രാവിലെ 9 മണിയോടെ വീട്ടിലെത്തിയൊരു കുട്ടിയാണ്. ആദ്യം പുറത്തുനിന്ന് വിളിച്ചെങ്കിലും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് അകത്തുകയറി ലൈറ്റിട്ട് നോക്കുമ്പോൾ ബിൻസി ബെഡ്ഷീറ്റ് പുതച്ച് കിടക്കുന്നതാണ് കണ്ടത്. വിളിച്ചിട്ടുണരാത്തതിനാൽ ബെഡ്ഷീറ്റ് മാറ്റി നോക്കിയപ്പോഴാണ് കഴുത്തിലും തറയിലും രക്തക്കറ കണ്ടത്. ഭർത്താവാണ് ബിൻസിയെ കൊന്നത്. വെള്ളനാട് വെളിയന്നൂർ സ്വദേശിയാണ് ബിൻസി. 4 വർഷം മുൻപാണ് ഇവരിവിടെ താമസം ആരംഭിച്ചത്. അതിനു മുൻപ് പുന്നമ്മൂട്ടിലെ സുനിലിന്റെ വീട്ടിലായിരുന്നു താമസം. കല്ലിയൂർ പുന്നമൂട് കുരുവിക്കാട് ലൈനിൽ കുന്നത്തുവിള വീട്ടിൽ ബിൻസിയെ കഴിഞ്ഞ ദിവസമാണ് ഭർത്താവ് സുനിൽ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഹരിതകർമ്മസേന ജീവനക്കാരിയാണ് ബിൻസി. കൂലിപ്പണിക്കാരനാണ് ഭർത്താവ് സുനിൽ. ബിൻസിയെ ഭർത്താവിന് എപ്പോഴും സംശയമായിരുന്നുവെന്നും വീട്ടിലെന്നും വഴക്ക് നടക്കാറുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. കുട്ടികളെയും ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. ബുധനാഴ്ച രാത്രി 8 മണിക്കും ഇരുവരും സ്കൂട്ടറിൽ ഒരു ബന്ധുവിന്റെ വീട്ടിലെത്തിയിരുന്നു. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം മക്കളെ ബിൻസിയുടെ ബന്ധുക്കളോടൊപ്പം വിടും. മരം വെട്ടുന്ന കത്തികൊണ്ട് കഴുത്തിനാണ് വെട്ടേറ്റത്. ഇവർക്ക് വിദ്യാർത്ഥികളായ 2 മക്കളുണ്ട്. ഇവർ വീട്ടിലുള്ളപ്പോഴായിരുന്നു കൊലപാതകം. രാവിലെ ഉണർന്ന മക്കളോട് അമ്മയ്ക്ക് പനിയാണെന്നും വിളിക്കേണ്ടെന്നും പറഞ്ഞ ശേഷം കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങി നൽകി സുനിൽ സ്കൂളിലെത്തിച്ചു. സാധാരണ ബിൻസിയാണ് മക്കളെ സ്കൂളിലെത്തിക്കുന്നത്. അധ്യാപകരോടും ഭാര്യയ്ക്ക് സുഖമില്ലെന്ന് സുനിൽ പറഞ്ഞു. അതിനുശേഷം ആളില്ലാത്ത അടുത്ത വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇയാൾ. നാട്ടുകാരെത്തി ഇയാളെയും കൂട്ടിയാണ് ബിൻസിയെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചത്. സംശയം തോന്നിയ പോലീസ് ആശുപത്രിയിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സമ്മതിച്ചു. പോലീസ് സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. രാത്രി ബിൻസി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നതാണ് പ്രകോപനത്തിന് കാരണമായതെന്ന് സുനിൽ പോലീസിനോട് പറഞ്ഞു. സുനിൽ ലഹരി ഉപയോഗിക്കുന്നയാളാണെന്ന് പോലീസ് വ്യക്തമാക്കി. സംശയത്തിന്റെ പേരിൽ ബിൻസിയുമായി വഴക്കിടുന്നത് പതിവാണ്. കുട്ടികളെയും ക്രൂരമായി ഇയാൾ ഉപദ്രവിക്കാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. പുലർച്ചെയാണ് കൊലപാതകം നടന്നതെന്ന് കരുതുന്നു. കഴുത്തിലേറ്റ ആഴത്തിലുള്ള 2 മുറിവാണ് മരണത്തിൽ കലാശിച്ചത്. അമ്മ ബിൻസി മരിച്ചതറിയാതെ സ്കൂളിലെത്തുകയായിരുന്നു 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ സനോജും 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥും. അതിരാവിലെ ഭക്ഷണം വാങ്ങിക്കൊടുത്ത് കുട്ടികളെ സ്കൂളിലാക്കിയത് സുനിലാണ്. അമ്മയ്ക്ക് സുഖമില്ല എന്നാണ് കുട്ടികളോട് സുനിൽ പറഞ്ഞത്. എന്നും ബിൻസിയാണ് കുട്ടികളെ സ്കൂട്ടറിൽ സ്കൂളിൽ കൊണ്ടുവിട്ടിരുന്നത്. കഴിഞ്ഞ ദിവസവും ഇവർ സ്കൂട്ടറിൽ പോകുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. രാത്രിയിലുണ്ടായ പ്രശ്നങ്ങളാകാം കൊലപാതകത്തിനിടയാക്കിയതെന്നാണ് പോലീസിന്റെ നിഗമനം. കുട്ടികളെ ബിൻസിയുടെ ബന്ധുക്കളോടൊപ്പം വിടാനാണ് പോലീസിന്റെ തീരുമാനം. ബിൻസിയെ ആംബുലൻസിൽ ആദ്യം കൊണ്ടുപോയത് ശാന്തിവിള താലൂക്ക് ആശുപത്രിയിലാണ്. 4 വർഷം മുൻപ് കുരുവിക്കാട്ടിൽ വസ്തു വാങ്ങിയാണ് സുനിൽ വീട് വച്ചത്. ഇതിന് സമീപത്താണ് സുനിലിന്റെ കുടുംബ വീട്.